ഹലോ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യലാണ് വീഡിയോ. കാരണം ഞാൻ ഇന്ന് പുറത്തെ അടുപ്പിലാണ് കേട്ടോ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ ഞാൻ വേഗം അകത്തെ ക്ലീനിങ് ഒക്കെ പെട്ടെന്ന് ചെയ്യലാം. ബെഡൊക്കെ ഒന്ന് വിരിച്ചിടുന്നുണ്ട്. 2 റൂമിൽ ബെഡും വിരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ക്വിക്കായിട്ടുള്ളൊരു ക്ലീനിങ് അങ്ങനെ ചെയ്തിട്ട് ഞാൻ വേഗം പുറത്തേക്ക് പോകലാം. കാരണം നമുക്ക് പരിചയമില്ലാത്ത കുറേ ആയിട്ട് ചെയ്യാത്തൊരു കാര്യമല്ലേ, അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും. പുറത്തുനിന്ന് ഫുഡ് ഉണ്ടാക്കുമ്പോൾ എന്തായാലും നമുക്ക് അകത്തുനിന്ന് ചെയ്യുന്ന പോലെ അത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്താണ് ബെല്ലൈക്കണൊന്ന് ഓണാക്കി ഇടണേ. അപ്പോൾ ഇവിടെയാണ് കേട്ടോ ഞാനിപ്പോൾ പുതുതായിട്ട് അടുപ്പ് കെട്ടിയതാണ്. ഇപ്പം ഇങ്ങനെ ഒരു അടുപ്പാണ് കെട്ടിയിട്ടുള്ളത്. അകത്തൊരു അടുപ്പ് ഉണ്ടായിരുന്നു, അത് പൊളിച്ചിട്ട് ഞാനിപ്പോൾ അവിടെ ഗ്യാസ് വെക്കേണ്ട സംവിധാനം അവിടെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അടുപ്പ് വീട്ടിലിപ്പോൾ ഇല്ല. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരു അടുപ്പ് എന്തായാലും ആവശ്യമാണ്. കാരണം വർഷക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഈ ഓട്ടട എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് അടുപ്പിൽ ഉണ്ടാക്കിയെടുക്കലാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഗ്യാസിലാകുമ്പോൾ കുറച്ച് ഇളകി കിട്ടാൻ പണിയാണ്. അപ്പോൾ അടുപ്പിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഇവിടുത്തെ ഒരു പാല് കാച്ചലും ഒക്കെയാണ് കേട്ടോ. പുതിയ അടുപ്പല്ല, എന്തായാലും മധുരം കൊണ്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് പാല് കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ പാലും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓലയും കുറച്ച് വിറകൊക്കെ ഞാൻ തലേദിവസം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊന്ന് വേഗം തീ ആക്കിയെടുക്കണം. അപ്പോൾ വേഗം തന്നെ കത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഉണങ്ങിയ നല്ല വിറകായിരുന്നു. ഓലയെല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെ വേഗം തീ കത്തി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് മണ്ണെണ്ണയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, വെറും ഈ ഒരു വിറകും കുറച്ച് ഓലയും മാത്രമേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വേഗം കത്തി പിടിച്ചിട്ടുണ്ടേ. അപ്പം എൻ്റെ കൂടെ ബഷീർക്കയുണ്ട് കേട്ടോ, കുക്കിങ്ങിന് സഹായിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് തീ കത്തിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മെല്ലെ എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഞാൻ ഒറ്റക്കാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അകത്തുനിന്ന് ഒരു സാധനം പറയുമ്പോൾ അങ്ങനെ എടുത്തു തരുന്നുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഞാൻ ഒറ്റക്ക് ചെയ്തേ. അപ്പം മോളുണ്ട്, അനിയത്തിൻ്റെ മക്കളൊക്കെ അപ്പുറത്തുനിന്ന് കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടി അവിടെ നിന്ന് പുറത്തുനിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ആ പാല് കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ ഒരു ചെറിയ കാലം എൻ്റെ അടുത്ത് മുന്നേ ഉള്ളതായിരുന്നു. ഞാൻ എന്തെങ്കിലും സാമ്പാറും കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ടാക്കലുണ്ട്. എപ്പോഴെങ്കിലും അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ കുറേ ആയിട്ട് യൂസ് ചെയ്യലില്ല. ഇതിൽ ഞാൻ പാല് കാച്ചാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടുപ്പായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ നല്ല തീ കത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടും ഒക്കെ ഉണ്ടായിരുന്നു. കാറ്റിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ആദ്യം, പിന്നെ അങ്ങനെ ഉണ്ടായില്ല കാറ്റ്. അപ്പോൾ അതാ പാല് തിളക്കാനായിട്ടുണ്ടേ. അപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് പുറത്തേക്ക് ചെറുതായിട്ട് മറിയാൻ ഞാൻ അനുവദിച്ചിട്ടുണ്ട്. അധികം ഫുള്ളായിട്ട് അങ്ങ് മറിഞ്ഞാൽ പിന്നെ ആ പാത്രം വൃത്തിയാക്കി എടുക്കണ്ടേ, അതുകൊണ്ട് ഞാൻ അത്ര അങ്ങ് മറിക്കാൻ അനുവദിച്ചിട്ടില്ല. പിന്നെ ഇത് വെച്ചിട്ട് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പാലായിട്ട് അങ്ങനെ കുടിക്കാൻ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു പാക്കറ്റ് പാൽ മാത്രമേ ഇങ്ങനെ കാച്ചിട്ടുള്ളൂ. ഒരു രസത്തിന് ഞാൻ അങ്ങനെ ചെയ്തതാണ്. അതുകൊണ്ട് ബാക്കിയുള്ളത് വെച്ചിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാം, സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വെറും സേമിയല്ല, ഞാൻ കുറച്ച് നെയ്ച്ചോറിൻ്റെ അരിയും പിന്നെ ചൗവരിയും കൂടി കുക്കറിൽ അവിടെ വേവിക്കാൻ വേണ്ടി അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ സേമിയം ഇതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കലാണ്. അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ റെഡിയാവുന്ന ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പം നമ്മുടെ മക്കളെ എപ്പോഴും ഇല്ലേ, നമ്മൾ നെഗറ്റീവ് പറഞ്ഞിട്ട് അവരെപ്പോഴും നിരുത്സാഹപ്പെടുത്താതിരിക്കുക. അവർ എന്തെങ്കിലും കാര്യമായിട്ട് നമ്മളടുത്ത് വരുമായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവരെ മൈൻഡ് ചെയ്യാതെ അവർ പറയുന്ന കാര്യത്തിന് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞിട്ട് അവരെപ്പോഴും തളർത്താതിരിക്കുക. അതുപോലെ മറ്റുള്ള കുട്ടികളെ വെച്ചിട്ട് അവരെ കമ്പയർ ചെയ്യാതിരിക്കുക. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഞാൻ മക്കളോട് അവരെ നോക്കുക, അവരങ്ങനെയല്ലേ ഇവരിങ്ങനെയല്ലേ അങ്ങനെ ഞാൻ പറയലില്ല. അപ്പോൾ അത് നമ്മളെ മക്കൾക്ക് അവരെ ഭയങ്കരമായിട്ട് ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് കാരണമാവും. അതുകൊണ്ട് നമ്മൾ മക്കൾ എന്ത് ചെറിയൊരു ചിത്രം വരച്ചോട്ടെ, ആ സമയത്ത് അവരെ പുറത്ത് തട്ടിയിട്ടാണെങ്കിലും അവരൊന്ന് പ്രോത്സാഹിപ്പിക്കുക. അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എപ്പോഴും നെഗറ്റീവ് പറഞ്ഞിട്ട് അവരെ വല്ലാണ്ട് അങ്ങ് നിരുത്സാഹപ്പെടുത്താണ്ട് ചെറിയ ചെറിയ കാര്യമാണെങ്കിലും അവരെ ഒന്ന് സന്തോഷിപ്പിക്കുക. അപ്പോൾ നമ്മളിവിടെ നട്ടിട്ടുള്ള പച്ചമുളകിൻ്റെ തൈയിൽ നിന്ന് ഞാൻ 2-3 പച്ചമുളക് പറിക്കുന്നുണ്ട്. നമുക്കിവിടെ അത്യാവശ്യത്തിന് കാന്താരി ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്.
പായസം അവിടെ റെഡിയാവുന്ന സമയത്ത് നമുക്ക് ഉച്ചക്കേക്കിലെ ഫുഡ് ഞാൻ ഇന്ന് ഇവിടെ അടുപ്പിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ചിക്കൻ കറി നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിലേക്കുള്ള പച്ചക്കറിയെല്ലാം കട്ട് ചെയ്തെടുക്കലാം. അപ്പോൾ അതിനിടയിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെറും പാല് മാത്രമായിരുന്നു ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചതൊന്ന് കട്ട് ചെയ്തെടുക്കല, ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുക്കല. അപ്പോൾ നമുക്ക് ഇവിടെ തക്കാളിയും പച്ചമുളകൊക്കെ നമ്മൾ ഗ്രോ ബാഗിൽ അങ്ങനെ ഉണ്ടാക്കി എടുക്കലുണ്ട്. അപ്പോൾ ഇപ്പോൾ ചെയ്തതൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി പുതിയ തൈകളൊന്ന് വെച്ച് പിടിപ്പിക്കണം. ഇപ്പോൾ നേരത്തെ വേവിക്കാൻ വെച്ച ചവ്വരിയും നേരിയരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വെന്ത സേമിയയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ടൈമിലാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് മിക്സ് ചെയ്തിട്ട് എടുക്കുക, തിളപ്പിച്ച് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഏകദേശം പായസം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇറക്കി വെക്കാം. കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം വേഗം കറി റെഡിയാക്കാം, ചിക്കൻ കറി. ഒരു നാടൻ രീതിയിലുള്ള ചിക്കൻ കറിയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കുക. പെരുംജീരകം ഒന്ന് പൊട്ടി വരുന്ന ആ ഒരു സമയത്ത് ഞാനിവിടെ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് റോസ്റ്റായി വന്നാൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് മിക്സിയിൽ, പച്ചമുളകില്ല, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ഉടയുന്നവരെ അടച്ച് വെക്കുക. അതിനുശേഷം ഇതിൽ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഇപ്പം മക്കളോട് എന്തെങ്കിലും കാര്യത്തിന് വഴക്കിട്ട് കഴിഞ്ഞാൽ രാത്രിയാകുന്ന സമയത്ത് അവർ ഉറങ്ങുമ്പോൾ അവരെ കൂടെ പോയി കിടക്കുക, അവരെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. എന്നിട്ട് അവരോട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ അവരോട് സോറി പറയേണ്ട കാര്യമാണെങ്കിൽ സോറി പറയുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിലേ നമ്മളെ മക്കളെ സ്വഭാവം, നമ്മളോടുള്ള പെരുമാറ്റം കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മളോടുള്ള ആ ഒരു ദേഷ്യം മനസ്സിൽ വെച്ചിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് അനുവദിക്കരുത്. ചെറിയ കാര്യമാണെങ്കിലും നമ്മളൊന്ന് സോൾവ് ആക്കുക. സോറി പറഞ്ഞില്ലെങ്കിലും പോട്ടെ, ക്ഷമിച്ചേക്ക്, അങ്ങനെ പറ്റിപ്പോയി, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ അങ്ങനെ ആയത് എന്നുള്ളത് ഒരു വാക്കെങ്കിലും അവരോട് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സ് കാണിക്കണം. അപ്പോൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഞാൻ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറിയിലേക്ക് ആവശ്യമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുരുമുളക് പൊടിയും ചിക്കൻ മസാലയും ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഇപ്പോൾ പായസം ഒന്ന് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും ഉള്ളത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കല. അപ്പം ഞാനും പുറത്ത്, അവരും പുറത്തായതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് തന്നെ അങ്ങനെ പായസം കൊടുക്കല. അപ്പം ഞാനും കുടിക്കുന്നുണ്ട്. അപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ട് വല്ലാണ്ട് അങ്ങ് അഭിനയിക്കുന്നുണ്ട് കേട്ടോ അവർ. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കറി ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും കറി റെഡിയാക്കി നോക്കണേ. നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിൻ്റെ കൂടെ ഞാൻ ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് ആണ് കറിയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ കറി. നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നെയ്ച്ചോറ് കൂടി വേഗം റെഡിയാക്കി എടുക്കലാം. അപ്പോൾ മക്കൾ മദ്രസയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരാനായിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ വേഗം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ കുറേ ആയി ഇങ്ങനെ ഒരു അടുപ്പ് ഉണ്ടാക്കിയിട്ട്. പക്ഷേ ഇപ്രാവശ്യം നല്ല മഴയല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് കത്തിക്കാനേ പറ്റിയില്ല. എപ്പോഴും കത്തിക്കണം എന്ന് വിചാരിക്കുന്ന ദിവസമായിരിക്കും മഴ, അതുകൊണ്ട് അതങ്ങനെ നീണ്ടുപോയി. അപ്പോൾ അകത്തുള്ള അടുപ്പ് പൊളിച്ച് കളഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു നോവുണ്ടായിരുന്നു. അയ്യോ, എൻ്റെ അടുപ്പ് പൊളിച്ചല്ലോ എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ എന്തായാലും മാറിക്കിട്ടി. അങ്ങനെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം അകത്തേക്ക് എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ മക്കൾക്കെല്ലാം വേഗം വിളമ്പി കൊടുക്കട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച ശേഷം അതാ വൈകുന്നേരം ആകുമ്പോഴേക്കും അനിയത്തിമാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർക്കെല്ലാം ഞാൻ പായസം കൊടുക്കലാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇടയ്ക്ക് പുറത്തെ കുക്കിങ്ങൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയ സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ ഒന്ന്
കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവർ എന്തായാലും സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്